കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീഡിയോ നിർമ്മാല്യ ദർശനത്തിനെ പറ്റിയാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. ഏത് സമയത്താണ് ഗുരുവായൂരിൽ നിർമ്മാല്യ ദർശനം, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അങ്ങനെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ഗുരുവായൂരിലെ മറ്റ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് നിർമ്മാല്യ ദർശനം? ക്ഷേത്രങ്ങളിൽ സൂര്യോദയത്തിന് മുമ്പ് നടത്തപ്പെടുന്നൊരു പ്രധാന ചടങ്ങാണിത്. സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം ശാന്തിക്കാരൻ മന്ത്രജപങ്ങളോടെ ശ്രീകോവിൽ നട തുറക്കും. തലേന്ന് ചാർത്തിയ ഹാരങ്ങളും പുഷ്പങ്ങളും എടുത്തു മാറ്റുന്നതിന് മുന്നേയുള്ള പ്രഥമ ദർശനം അതിവിശിഷ്ടവും സർവാഭീഷ്ടപ്രദായകവുമാണ്. ഈ നേരം തൊട്ടാണ് നിർമ്മാല്യ ദർശനം ആരംഭിക്കുന്നത്. ശേഷം തലേന്നത്തെ ആടയാഭരണങ്ങൾ ഭഗവതി വിഗ്രഹത്തിൽ നിന്ന് മാറ്റി പൂർണ്ണബിംബ തേജസ് കാണുന്നതിനെയാണ് നിർമ്മാല്യ ദർശനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിർമ്മാല്യ സമയത്ത് വിഗ്രഹത്തിൽ നിന്നുള്ള ഊർജ പ്രസരണം 10 മടങ്ങായിരിക്കും എന്നാണ് വിശ്വാസം. അതിനാലാണ് നിർമ്മാല്യം തൊഴാൻ ഇത്രയും തിരക്കും പ്രാധാന്യവും ആളുകൾ കൽപ്പിക്കുന്നത്. പിന്നീട് നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് വാകപ്പൊടിയോ പയറുപൊടിയോ ഉപയോഗിച്ച് എണ്ണമെഴുക്ക് ബിംബത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ഈ സമയത്തുടനീളം നാമങ്ങൾ ജപിച്ചുകൊണ്ടുള്ള ദർശനം സർവ്വ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നതാണ് കേട്ടോ. അപ്പോൾ ഏത് സമയത്താണ് ഗുരുവായൂരിൽ നിർമ്മാല്യ ദർശന സമയം എന്ന് നോക്കാം. പുലർച്ചെ 3 മണിക്കാണ് ഗുരുവായൂരിൽ നിർമ്മാല്യ ദർശനം. 3 മണി മുതൽ 3:10 വരെയാണ് നിർമ്മാല്യ ദർശനം കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത പറയുന്നത്, തലേ ദിവസം രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ ആ വിഗ്രഹത്തിൽ ദേവീദേവന്മാർ വന്ന് പൂജ ചെയ്യുന്നു. പിറ്റേ ദിവസം നിർമ്മാല്യത്തിന് തുറക്കുന്ന ആ വിഗ്രഹത്തിന് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്, ആ ബിംബത്തിന്, ആ ഭഗവാന്റെ ആ വിഗ്രഹത്തിന് അത്രയും ശക്തി ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് നിർമ്മാല്യത്തിന് ഗുരുവായൂരിൽ ഏറ്റവും പ്രാധാന്യം നിർമ്മാല്യ ദർശനത്തിനാണല്ലോ. അപ്പോൾ ഇതുവരെ നിർമ്മാല്യം തൊഴാൻ കഴിയാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഗുരുവായൂരിലെത്തിയിട്ട് നിർമ്മാല്യം തൊഴാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. 3 മണി ആ ഒരു സമയത്തുള്ള ദർശനം നമ്മുടെ മനസ്സിനും എന്താ പറയുക, നമ്മുടെ എല്ലാം, നമുക്ക് എന്തൊക്കെ ദുഃഖങ്ങൾ നമ്മൾ മനസ്സിലുണ്ടോ ആ ഒരു ദർശനം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പാവങ്ങളും ഇറക്കി വെച്ചൊരു അനുഭൂതിയായിരിക്കും. കൃഷ്ണ ഗുരുവായൂരപ്പ.